ഹരേ കൃഷ്ണ. കേൾക്കണ്ടോ മാതാജി? ഒരു മിനിറ്റ് മാതാജി, കേൾക്കാൻ പറ്റണ്ടോ? മാതാജി കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശ്രീ രാധാകൃഷ്ണന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീര വനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീര വനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ ശ്രീ രാധേ ജയ പ്രഭുപാ ജയ പ്രഭുപാ ജയ പ്രഭുപാ ജയ ശീല പ്രഭുപാ ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ നിതായ് ഗൗര ഹരി ബോൾ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീ പ്രഭുപാദ് കി ജയ്, ശ്രീ പ്രഭുപാദ് കി ജയ്. ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് നോക്കാൻ പോണത് അധ്യായം 1 ഭീഷ്മദേവന്റെ വിയോഗത്തിന്റെ 23-ാമത്തെ ശ്ലോകമാണ് അല്ലെ. അപ്പൊ ഭീഷ്മദേവൻ ഇത്രയും നമ്മള് കുറെ കാര്യങ്ങള് യുധിഷ്ഠിരനെ പറ്റിയും കുന്തിദേവിയെ പറ്റിയും ഒക്കെ ഭീഷ്മദേവര് യുധിഷ്ഠിരനോട് പറഞ്ഞതിനെ പറ്റി എല്ലാം നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇന്നത്തെ ശ്ലോകത്തിൽ കൂടെ ഭഗവാൻ പറ്റി ഭീഷ്മദേവര് എന്തൊക്കെയാണ് പറയുന്നത്, എങ്ങനെയൊക്കെയാണ് പ്രഭുപാദ അതിനെ ഇതാക്കണത്, എന്താ പറയാ, അതിനെ ക്ലിയർ നമുക്ക് തരുന്നത്, എങ്ങനെയാണ് മനസ്സിലാക്കി തരുന്നത്, അതെല്ലാം നമ്മൾക്ക് ഇന്നത്തെ വിവർത്തനത്തിലും ഭാവാർത്ഥനത്തിലും കൂടെ നോക്കാം. അതിനു മുമ്പ് നമുക്ക് മംഗളാചരണം ചെയ്യാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീ ഗുരോ ശ്രീയുതപദകമലം ശ്രീ ഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാൻ ശ്രീ വിശാഖാന്വിതാൻ ച ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്, നിതായ് ഗൗര പ്രമാനന്ദ ഹരി ബോൾ. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്നത്തെ ശ്ലോകം തുടങ്ങാം. ഹരേ കൃഷ്ണ. ശ്ലോകം 23. ഭക്ത്യാവേശമനോ യസ്മിൻ വാചായൻ നാമ കീർത്തയൻ ത്യജൻ കളേവരം യോഗി മുച്യതേ കാമകർമ്മഭിഃ. ഭക്ത്യാവേശമനോ യസ്മിൻ വാചായൻ നാമ കീർത്തയൻ ത്യജൻ കളേവരം യോഗി മുച്യതേ കാമകർമ്മഭിഃ. അർത്ഥം: ഭക്തി നിരതമായ ശ്രദ്ധയോടുകൂടി ആവേശ്യ ധ്യാനിച്ചുകൊണ്ട് മനസ്സ് യസ്മിൻ ആരിൽ വാച വാക്കുകളാൽ യത് ആരുടെ നാമ ദിവ്യനാമം കീർത്തനം ചെയ്തയാൽ ത്യജിക്കുക കളേവരം ഈ ഭൗതിക ശരീരം യോഗി ഭക്തൻ മുച്യതേ മോചനം ലഭിക്കുന്നു കാമകർമ്മഭിഃ കാമ്യ കർമ്മങ്ങളിൽ നിന്ന്. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രദ്ധാപൂർവമുള്ള ഭക്തിയാലും ധ്യാനത്താലും ദിവ്യനാമ ജപത്താലും ഭക്തഹൃദയത്തിൽ പ്രത്യക്ഷനാകുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്ന വേളയിൽ ഭക്തനെ കാമ്യകർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മുക്തനാക്കുന്നു. ഭാവാർത്ഥം: മനസ്സിനെ മറ്റെല്ലാ വിഷയങ്ങളിൽ നിന്നും വേർപെടുത്തി ഏകാഗ്രമാക്കുന്നതിനെയാണ് യോഗ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. യഥാർത്ഥത്തിൽ അത്തരം ഏകാഗ്രത സമാധി അഥവാ ഭഗവത് സേവനത്തിൽ 100% നിമഗ്നനായിരിക്കുക എന്ന അവസ്ഥയാണ്. അത്തരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിയെ യോഗി എന്ന് വിളിക്കുന്നു. അത്തരമൊരു യോഗി ഭക്തൻ ദിവസം മുഴുവനും 24 മണിക്കൂറും ഭഗവത് സേവനത്തിൽ വ്യാപൃതനായിരിക്കുന്നു. എന്തെന്നാൽ ഇപ്രകാരം ശ്രവണം, കീർത്തനം, സ്മരണം, ആരാധന, പ്രാർത്ഥന, സ്വേച്ഛാനുസാരമായി സേവകനായി തീരൽ, ആജ്ഞകളെ അനുവർത്തിക്കൽ, മൈത്രി ബന്ധം സ്ഥാപിക്കൽ, കൂടാതെ തനിക്കുള്ളതെല്ലാം ഭഗവത് സേവനത്തിനായി സമർപ്പിക്കൽ എന്നീ 9 വിധ ഭക്തിയുടെ സേവനങ്ങളാൽ അവന്റെ മുഴുവൻ ശ്രദ്ധയും ഭഗവത് ചിന്തയിൽ മുഴുകിയിരിക്കുന്നു. അത്തരം യോഗ പരിശീലനം കൊണ്ട് അതായത് ഭഗവത് സേവനത്തിൽ യോജിച്ചിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ സ്വയം അവനെ അംഗീകരിക്കുന്നു. സമാധിയുടെ പരമകാഷ്ഠയായി ഭഗവത്ഗീതയിൽ ഈ അവസ്ഥയെ വിവരിച്ചിരിക്കുന്നു. അത്തരമൊരു അപൂർവ ഭക്തനെ യോഗികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനെന്ന് ഭഗവാൻ വിശേഷിപ്പിക്കുന്നു. അപ്രകാരമുള്ള ഒരു ഉത്തമ യോഗിക്ക് പരിപൂർണവും കുറ്റമറ്റതുമായ അവബോധത്താൽ ഭഗവാനിൽ അദ്ദേഹത്തിന്റെ ദിവ്യകൃപയാൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധ്യമാകുന്നു. അപ്രകാരം അയാൾ ശരീരം ഉപേക്ഷിക്കുന്ന വേളയിൽ അനായാസേന അദ്ദേഹത്തിന്റെ ദിവ്യനാമം ജപിക്കുന്നു. തത്സമയം ഭഗവാന്റെ അന്തരംഗ ശക്തിയാൽ യോഗിക്ക് ശാശ്വത ഗ്രഹങ്ങളിൽ ഒന്നിൽ സ്ഥാനാന്തര പ്രാപ്തി ലഭിക്കുന്നു. അവിടെ ഭൗതിക ജീവിതമോ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളോ നിലനിൽക്കുന്നില്ല. ഭൗതിക ജീവിതത്തിൽ ജീവസത്തയ്ക്ക് ഭൗതികാവസ്ഥയുടെ ത്രിവിധ ക്ലേശങ്ങൾ ജന്മജന്മാന്തരങ്ങളായി കാമ്യകർമ്മഫലങ്ങൾക്കനുസരിച്ച് സഹിക്കേണ്ടി വരുന്നു. അപ്രകാരം ഒരു ഭൗതിക ജീവിതം ഉണ്ടാകുന്നതിന് നിദാനം ഭൗതിക ആഗ്രഹങ്ങൾ മാത്രമാണ്. ഭഗവത് ഭക്തിയുടെ സേവനം ജീവസത്തകളുടെ നൈസർഗിക ആഗ്രഹങ്ങളെ ഹനിക്കുന്നില്ല. എന്നാൽ അവ ഭക്തിയുടെ സേവനമെന്ന ശരിയായ ഇടത്തിൽ അനുവർത്തിക്കപ്പെടുന്നു. ഇത് യോഗിയെ ആത്മീയ ആകാശത്തിലേക്ക് മാറ്റം ചെയ്യപ്പെടാൻ യോഗ്യനാക്കി തീർക്കുന്നു. മഹായോദ്ധാവായ ഭീഷ്മദേവൻ ഭക്തിയോഗം എന്ന സവിശേഷമായ യോഗത്തെയാണ് പരാമർശിക്കുന്നത്. ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്ന വേളയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യം ലഭിക്കത്തക്ക വിധം തികച്ചും ഭാഗ്യവാനാണ് ഭീഷ്മദേവൻ. ആകയാൽ ഭഗവാൻ തന്റെ ദൃഷ്ടിയിൽ തന്നെ നിലകൊള്ളണമെന്ന് അദ്ദേഹം ഇനി വരുന്ന ശ്ലോകങ്ങളിൽ അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതം ഹമ്മന്തേ ശ്രീ ഗുരും ദീനതാരിണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്, നിതായ് ഗൗര പ്രമാനന്ദേ ഹരി ഹരി ബോൾ. എല്ലാ ഭക്തരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നോക്കാം. എന്താന്നുള്ളത് ഭഗവാന്റെ ഭക്തരുടെ അനുഗ്രഹം വേണം. ഹരേ കൃഷ്ണ. ഇവിടെ ഭീഷ്മദേവൻ എന്താ പറയണത്? ഭീഷ്മദേവന്റെ വിയോഗത്തിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര പറഞ്ഞു മനസ്സിലായി. ശ്രദ്ധാപൂർവമുള്ള ഭക്തിയാലും ധ്യാനത്താലും ദിവ്യനാമജപത്താലും
ദിവ്യനാമ ജപം നമുക്ക് ചൈതന്യ മഹാപ്രഭു തന്നിട്ടുണ്ട് അല്ലെ, ഹരേ കൃഷ്ണ മഹാമന്ത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ പറയണത്, ഭക്തഹൃദയത്തിൽ പ്രത്യക്ഷനാകുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ. നമ്മളെപ്പോഴും ഭഗവാനെ ജപിച്ചുകൊണ്ടിരുന്ന, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മ രൂപത്തിൽ ഭഗവാൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ ഭീഷ്മദേവർ എടുത്തു പറയണു, പ്രഭുപാദം നമുക്ക് അത് എടുത്തു പറഞ്ഞത് എന്താണ്, ഭക്തഹൃദയത്തിൽ പ്രത്യക്ഷനാകുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ. അപ്പൊ ആരാണോ ഭഗവാൻ എന്റെ ഹൃദയത്തിലുണ്ട്, ഞാൻ ഒരു ആത്മാവ് ഭഗവാൻ പരമാത്മ സ്വരൂപനായിട്ട് എന്റെ ഹൃദയത്തിലുണ്ടെന്ന് ആര് തിരിച്ചറിയുന്നു, എല്ലാവർക്കും അത് മനസ്സിലാവണില്ല. എല്ലാവരിലും ഭഗവാൻ ഉണ്ട്. ഈ കണ്ട എല്ലാ ജീവരാശികളിലും ഭഗവാൻ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള ആ ഭഗവാനെ മനസ്സിലാക്കാൻ ആർക്കാ സാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ, ഭക്തന് മാത്രമേ സാധിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഭീഷ്മദേവന് ശരിക്കും ഒരു യോഗിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്, കാണിച്ചു തരുന്നത് അതാണ്. അദ്ദേഹം ചെറിയ വയസ്സിൽ തന്നെ അച്ഛന്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ആ പിതൃവാത്സല്യ, പിതാവിനോടുള്ള കടമ. ഇപ്പൊ ശ്രീരാമചന്ദ്രൻ നമുക്കറിയാം, അച്ഛൻ ചെയ്ത ഒരു ശപഥത്തിന്റെ മുകളിലാണ് 14 വർഷം കാട്ടിലേക്ക് പോകാനായിട്ട് അച്ഛന് പോലും ഇടണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ ശ്രീരാമചന്ദ്രൻ അതിന് ഭഗവാൻ പറയാണ് അല്ലെ, ഞാൻ പോവാ, കാരണം അത് അച്ഛന്റെ കീർത്തിക്ക് അല്ലെങ്കിൽ കളങ്കം സംഭവിക്കും. അത്രയും അല്ലെങ്കിലും അല്ലെ, ഭഗവാന്റെ ഒരു ഇതായിട്ടല്ലെങ്കിലും മഹാജനങ്ങളിൽ ഒന്നായ ഭീഷ്മദേവനും അച്ഛന് വേണ്ടിയിട്ടാണ് ശപഥം ചെയ്യണത് അല്ലെ. ദേവബ്രതൻ എന്ന് പറഞ്ഞ ആളെ ഭീഷ്മമായ ഒരു ശപഥം എടുക്കുകയാണ് അല്ലെ. ഒരു നിസാരനല്ല, അഷ്ടവസുക്കളിൽ ഒരാളാണ് ഭീഷ്മദേവരെന്നും ആ ഭീഷ്മദേവര് ശാപം കൊണ്ടാണ് ജനിച്ചത് എന്നുള്ളതും, അതും എന്തുകൊണ്ടാണ് ഭീഷ്മദേവർ ഇത്രയും അനുഭവിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഗംഗാദേവി തന്നെ ശാന്തനുവിനോട് പറയണ്ട്. കാരണം ഈ അഷ്ടവസുക്കളിൽ ഏറ്റവും മൂത്ത ആളായിരുന്നു ഭീഷ്മദേവര്. അപ്പൊ ഭീഷ്മദേവരായിരുന്നു തെറ്റിനെ, ഇപ്പൊ വശിഷ്ഠന്റെ ആ നന്ദിനിയെ മോഷ്ടിക്കാനുള്ള സമയത്ത് പോകുമ്പോ പറയുന്നുണ്ട്, തെറ്റായിട്ടും ആദ്യം ചെയ്തത് അല്ലെങ്കിൽ തെറ്റ് ചെയ്യരുത് എന്ന് പറയേണ്ടതിന് പകരം കൂടെ നിന്നു അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഭീഷ്മദേവർ ഇത്രയധികം യാതനകൾ അനുഭവിക്കേണ്ടി വന്നത്. അതും ഭഗവാന്റെ ഒരു ലീല തന്നെ. കാരണം ഭീഷ്മദേവരെ പോലത്തെ ഒരാള്, അല്ലെങ്കിൽ ആ വസ്തുക്കളിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരാളെ സാധാരണ നമ്മളെ പോലുള്ള ഒരു ജനങ്ങളെ മനസ്സിലാക്കി തരാനും അത് സാധിച്ചു. അപ്പൊ ഇവിടെ ഭീഷ്മദേവര് പറയുന്നു, ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്ന വേളയിൽ ഭക്തനെ കാമ്യകർമ്മങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തില് ബന്ധനസ്ഥരാണ് അല്ലെ. ഭൗതികമായ ആഗ്രഹങ്ങൾ കൊണ്ട് ഇവിടെ ബന്ധനസ്ഥരായിട്ടിരിക്കുന്നു. എന്നാൽ കൃഷ്ണാവബോധത്തിന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾക്കെല്ലാം ഭഗവാനെ സമർപ്പണമായിട്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ് അവിടെ ബന്ധനങ്ങൾ വരുന്നില്ല. അതിനായിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനായിട്ടാണ് നമ്മൾ ഈ എന്താ പറയാ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്, ഭാഗവതം കേൾക്കുന്നത്, സത്സംഗത്തിൽ പോണത്, ഇത് ഭഗവാന് സേവ ചെയ്യണത്, ഇതെല്ലാം നമ്മൾ എന്തിനു വേണ്ടി ചെയ്യണതാണ്, ഭഗവാനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വിടാണ്ട് നോക്കാനായിട്ട്. അപ്പൊ ഇവിടെ ഭാവാർത്ഥത്തിൽ ശിലപ്രഭാത എന്താ പറയണത് നമ്മളോട്, ശിലപ്രഭാത പറയുന്നു, ഭഗവത് യോഗി ആരാന്നാ പറയണത് അല്ലെ. മനസ്സിനെ മറ്റെല്ലാ വിഷയങ്ങളിൽ നിന്ന് ഏകാഗ്രമായിരിക്കുന്നതിനെയാണ് യോഗ എന്ന് പറയുന്നത്. ആരായിട്ടുള്ള ഏകാഗ്രതയാണ് നമുക്ക് വേണ്ടത്, ഭഗവാനായിട്ട്. എപ്പോഴാണോ നമ്മൾ ഭഗവാനുമായിട്ട് പൂർണ്ണമായിട്ട് യോഗ അല്ലെ സംയോജിച്ചിരിക്കുക, പരമാത്മാവും ആത്മാവും ഇങ്ങനെ സംയോജിച്ചിരിക്കുമ്പോ ആ സമയമാണ് യോഗ. അത് സമാധിയിൽ കൂടിയാണ് അഷ്ടാംഗ യോഗത്തിലുള്ള ആളുകൾ നേടുന്നത്. പക്ഷെ ഭഗവാൻ ഇവിടെ പറയണു, അങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെയുള്ള യോഗി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് ഭഗവാൻ ഇവിടെ പറയാണ് അല്ലെ. അപ്പൊ ഇവിടെ പറയണത് എന്താണ്, ഒരു യോഗി 24 മണിക്കൂറും ഭഗവത് സേവനത്തിൽ വ്യാപൃതനായിരിക്കണം. എന്തെന്നാൽ ശ്രവണം, നമ്മളെല്ലാവരും രാവിലെ ഭാഗവതം ശ്രവിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അത് മറിച്ച് സ്മരിക്കുന്നുണ്ട്. പിന്നെ ഭഗവാന് മംഗളാചരണം, നമ്മൾ രാവിലെ എണീറ്റ് ഭഗവാന് മംഗളാചരണം ചെയ്യുന്നുണ്ട്. ഭഗവാന് വേണ്ടി നമുക്ക് വേണ്ടി, ഭഗവാനൊന്നും നമ്മുടെ ആവശ്യമില്ല കേട്ടോ, ഭഗവാന് നമ്മൾ ഭോഗം സമർപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഭഗവാന്റെ എന്തൊക്കെയാണ് സേവകൾ ചെയ്യാൻ പറ്റുക അത് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്താണോ ഭഗവാനും ഭക്തരും നമ്മുടെ ഗുരുക്കളും പറഞ്ഞിട്ടുള്ളത് അതിനെ നമ്മൾ അനുവർത്തിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഭക്തരായിട്ടുള്ള ഒരു മൈത്രി ഭാവം, ആ മൈത്രി ഭാവം ഭഗവാന് ഏറ്റവും ഇഷ്ടം ഭക്ത സേവനാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഉയർന്ന ഭക്തരായിട്ടുള്ള നമ്മളുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു ബന്ധം സ്ഥാപിക്കുക. പിന്നെന്താ, നമുക്കുള്ളത് എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താ ഉള്ളത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ ഉള്ളത്, ഭഗവാൻ തന്നതല്ലാണ്ട് നമ്മൾക്കൊന്നും ഇല്ല. പക്ഷെ
നമ്മൾ വിചാരിക്കുന്നു ഇതെല്ലാം എന്റെ ആണെന്ന്. അത് ഭഗവാന് സമർപ്പിക്കാം. മനസ്സാ വാച കർമ്മണ, കർമ്മത്തിൽ കൂടെയും മനസ്സിൽ കൂടെയും വാക്കുകളിൽ കൂടെയും നമ്മൾ ഭഗവാന് സമർപ്പിക്കാം. തന്മൻ ധൻ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും നമ്മൾക്ക് ഭഗവാനാവുന്നത് എന്താണോ നമ്മളുടെ കയ്യിലുള്ളത്. ലക്ഷങ്ങൾ കൊടുക്കാൻ പറ്റുന്നവർ ലക്ഷങ്ങൾ കൊടുക്കട്ടെ, സാധാരണയിൽ കൊടുക്കാൻ പറ്റുന്നവര് അങ്ങനെ കൊടുക്കാം. അങ്ങനെ നമ്മൾ ഭഗവാന് സമർപ്പിക്കാം, നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിക്കാം. അങ്ങനെയുള്ള 9 ഭക്തി, ഇപ്പൊ നമ്മൾക്ക് നവവിധ ഭക്തി പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞതറിയാം. പക്ഷെ അതിനെ തന്നെ പ്രഭുപാദ നമുക്കിത് നമ്മുടെ സാധാരണക്കാരന്റെ നിത്യജീവിതത്തിൽ ഈ 9 വിധமான കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അല്ലെ. എന്നിട്ട് പറയണു എപ്പോഴും ഭഗവാന്റെ ചിന്തയിൽ മുഴുകിയിരിക്കണം. അങ്ങനെയുള്ളതാണ് യോഗ. എപ്പോഴും ഭഗവാന്റെ എപ്പോഴും നമ്മൾ ഭഗവാന്റെ ചിന്തയിൽ ഇരിക്കുന്നതിനെയാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാനുമായിട്ട് യോജിച്ചിരിക്കുക. അപ്പൊ നമ്മൾക്കറിയാം ഭഗവാനുമായിട്ട് യോജിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അത് പരിശീലിക്കേണ്ട വിധം ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. അതെങ്ങനെയാണ് ഭഗവാന്റെ നമ്മളെ സംയോജന പ്രക്രിയ എന്ന് പറയുക. അതായത് ഭഗവാന് നമ്മുടെ കർമ്മം എങ്ങനെ നമ്മൾ ഭഗവാനിലേക്ക് ചേരുന്നു, അതിപ്പോ അതെന്തായി കർമ്മയോഗമായി. ജ്ഞാനം ഭഗവാനും ജ്ഞാനം ഭഗവാനും, ഭക്തി ജ്ഞാനത്തിന് കൂടെ. ഇപ്പൊ ഭക്തിയില് കർമ്മം വരുമ്പോ അത് കർമ്മയോഗമായി, കർമ്മമിശ്ര ഭക്തിയായി. ജ്ഞാനത്തില് ഭക്തി വരുമ്പോ അതെന്തായി ജ്ഞാനയോഗമായി. അപ്പൊ അത് ജ്ഞാനമിശ്ര ഭക്തിയായി. എന്നാൽ ഭഗവാനായിട്ടുള്ള ഭക്തി, ഭഗവാനും ഭക്തനും തമ്മിൽ വരുമ്പോ അവിടെ എന്താ വരുന്നത്, ഭക്തിയോഗമാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഭക്തി യോഗത്തിന് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രഭുപാദ നമ്മളുടെ പർപ്പട്ടിൽ ഇവിടെ പറയുന്നുണ്ട്, മഹായോദ്ധാവായ ഭീഷ്മദേവൻ ഭക്തിയോഗം എന്ന സവിശേഷ യോഗത്തെയാണ് പരാമർശിക്കുന്നത്. അപ്പോ എന്താണ് ഭീഷ്മദേവൻ നമുക്കിവിടെ പറഞ്ഞു തരുന്നത്, ആരാണോ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഈ ശരീരത്തിനെ ത്യജിക്കുന്നത്. നമ്മളത് ഭഗവത്ഗീതയില് പഠിക്കുന്നുണ്ട് അല്ലെ, 7ാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പോ നമ്മുടെ ഈ ശരീരം നമ്മൾ എപ്പോഴാണോ ത്യജിക്കുന്നത് ആ സമയത്ത് ഭഗവാന്റെ കളയവരം, ആ ഭഗവാന്റെ നീല ശരീരം, ആ തമാല വൃക്ഷത്തിന്റെ എന്താ പറയാ കളറുള്ള ആ ഭഗവാന്റെ ശരീരവും ആ മഞ്ഞപ്പട്ടും ആ പുഞ്ചിരിയും ആ ഓടക്കുഴലും മയിൽപ്പീലിയും, അങ്ങനെ ആ ത്രിഭംഗ രൂപത്തിലുള്ള ഭഗവാനെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ ശരീരം വിടാൻ സാധിച്ചാൽ അതിൽ പരം നമുക്കൊന്നും നേടാനില്ല. അതാണ് ഇവിടെ ഭീഷ്മദേവര് പറഞ്ഞത്. അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ഭൗതിക ശരീരം, ഇവിടെ കളയവരം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഭൗതിക ശരീരത്തിനെയാണ്. അങ്ങനെ ഈ ഭൗതിക ശരീരം നമുക്ക് വിടാൻ സാധിച്ചാൽ എന്താ പറയണത്, നമ്മള് ഈ കാമ്യകർമ്മങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാം. അപ്പൊ നമ്മളുടെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്തതിനാണല്ലോ നമ്മൾ ഈ ബന്ധനത്തിൽ വന്ന് പെടുന്നത് അല്ലെ. അങ്ങനെയുള്ള ഈ കാമ്യകർമ്മങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അപ്പോ ഇവിടെ നമുക്കറിയാം പലരും പലതരത്തിലുള്ള ധർമ്മങ്ങൾ ആചരിക്കുന്നുണ്ട് അല്ലെ. ധർമ്മ സ്വനിഷ്ഠിത പുംസം വിശ്വസേന കഥായുസ നോത്പാദയേത്യതിരതിൻ ശ്രമ ഏവഹി കേവലം. അതായത് ഭഗവാന്റെ ഭക്തിയില് അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാണ്ട് നമ്മൾ എന്ത് ധർമ്മം ചെയ്താലും അത് ശ്രമ ഏവഹി കേവലം, അത് സാധാരണ ഒരു ഉപയോഗശൂന്യമായ പരിശ്രമം മാത്രമാണെന്നാണ് നമുക്ക് ഭാഗവതത്തില് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഭീഷ്മദേവന് എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭഗവാനെ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഭീഷ്മദേവർക്ക് ശരിക്കും ഭഗവാനെ എന്താ പറയാ അറിയാം. പക്ഷെ ഭീഷ്മദേവര് തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ അർജുനനും യുധിഷ്ഠിരനും ഒക്കെ എന്താണെന്നാ പറയണത്, അവരൊക്കെ ഭഗവാന്റെ സ്വതസിദ്ധമായ ഭക്തരാണ്. അതുകൊണ്ട് ഭഗവാന് അവരോട്, ഇപ്പൊ അർജുനന്റെ മനസ്സിലും ഭഗവാനുണ്ട്, ഭീഷ്മദേവരുടെ മനസ്സിലും ഭഗവാനുണ്ട്. ഭഗവാനെ കുറിച്ച് ഭീഷ്മദേവർ എന്താ പറയുന്നത്, ഭഗവാൻ നിരവധ്യനാണ്. അതായത് ഭഗവാൻ ഒരിക്കലും ഒരു തെറ്റോ കുറ്റമോ കുറവോ ഒന്നുമില്ല. ഭഗവാൻ അനഹങ്കാരനാണ്, പ്രേമഭക്തനാണ് അല്ലെ. ഭഗവാൻ ഒരു തരത്തിലുള്ള ബന്ധമോ ബന്ധനങ്ങളോ ഒന്നുമില്ല, എല്ലാത്തിന്റെയും ഉറവിടമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനാണ്, ഭഗവാൻ യുധിഷ്ഠിരനോട് പറയണ്ടല്ലേ, അങ്ങനെയുള്ള ആ ഭഗവാനാണ് നമ്മളുടെ, അതായത് അങ്ങനെയുള്ള ഒരു ഭഗവാൻ ഭീഷ്മദേവരുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഭഗവാനോട് ഭീഷ്മദേവര് പറയുന്നുണ്ട്, കൃഷ്ണ എനിക്ക് വേണ്ടി കാത്തു നിൽക്കണം, എന്റെ ദൃഷ്ടിയിൽ തന്നെ നിൽക്കണം. ഭഗവാൻ നിൽക്കണുണ്ട് ഭീഷ്മദേവർക്ക് വേണ്ടി.
കാരണം എന്താ വെച്ചാൽ ഭീഷ്മദേവരെ പറ്റി ഭഗവാൻ എന്താ പറയണേന്ന് വെച്ചാൽ യുഗങ്ങളില് പോലും ഇത്ര ശ്രേഷ്ഠനായിട്ട് ഒരു ആള് ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അത്രയും ശ്രേഷ്ഠനാണ് ഭീഷ്മദേവൻ സോറി ഭീഷ്മദേവര്. ഭീഷ്മദേവരുടെ ശ്രേഷ്ഠത എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കണത് എന്ന് വെച്ചാൽ ഇത്രയും വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് യുധിഷ്ഠിരനെയും കൊണ്ട് ഭഗവാൻ ഭീഷ്മദേവന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പോ ഭീഷ്മദേവര് തന്നെ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, കൃഷ്ണ, എല്ലാത്തിന്റെയും ഉറവിടം അങ്ങാണ്, എല്ലാ ജ്ഞാനത്തിന്റെ ഉറവിടം അങ്ങാണ്, അങ്ങാണ് എല്ലാ ശക്തികളുടെയും ഉറവിടം. അങ്ങ് നിൽക്കുമ്പോ ഞാൻ എങ്ങനെയാ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഭഗവാൻ എന്താ പറയണത്? അർജുനനോട് പറഞ്ഞ അതേപോലെ തന്നെ ഭീഷ്മദേവരോട് പറയണത് എന്താന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും സന്തോഷം എന്റെ ഭക്തര് എന്റെ ഭക്തൻ ശ്രേയസ്കരമായിട്ടുള്ള കാര്യം ചെയ്യണതും ശ്രേയസ് നേടുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഭീഷ്മദേവ, അങ്ങയുടെ എല്ലാ വേദനകളും എല്ലാ ബുദ്ധിമുട്ടുകളും അപ്പൊ പറയണ്ട, എനിക്ക് ആ കിടപ്പ് അങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് ഒന്നും എന്റെ ബുദ്ധിയിൽ വരുന്നില്ല, എനിക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊന്നും അറിയണില്ല കൃഷ്ണ, ഞാൻ എന്താ ചെയ്യാ, ഇതൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള കെൽപ്പില്ല എന്ന് പറയുന്നുണ്ട്, അങ്ങയുടെ എല്ലാ വേദനകളും എല്ലാ ബുദ്ധിമുട്ടുകളും ഇതോടെ ഇവിടെ മാറുകയാണ്. പക്ഷെ അങ്ങ് തന്നെ പറഞ്ഞു കൊടുക്കണം, ഞാനല്ല ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ അങ്ങയുടെ ശ്രേയസ്, അങ്ങ് ആരാണെന്നുള്ളത് ഈ ലോകത്തുള്ളവർ അറിയണം. അല്ലെങ്കിൽ നമ്മൾ എന്താ അറിയാ, ഒരു എന്താണ് കൗരവരുടെയും ഭീഷ്മദേവന്റെ ശബ്ദത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഭീഷ്മദേവര് എന്താണ് പറയാ, ഭീഷ്മമായ സത്യപ്രതിജ്ഞ എടുത്തത് കൊണ്ടാണ് ഈ കണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് വന്നത് എന്നെല്ലാം നമ്മൾ അറിയുന്നല്ലാണ്ട് ഇത്രയും ജ്ഞാനിയാണെന്നും ഭഗവാന്റെ ഭക്തനാണെന്നും നമുക്കറിയില്ല. അത് ഭഗവാനാണ് നമ്മളെ കാണിച്ചു തന്നത് ഭീഷ്മദേവൻ ഇത്രയും വലിയൊരു ഭക്തനാണെന്ന്. കാരണം യുദ്ധത്തിന്റെ എന്ത് ചെയ്തിട്ടും ഭീഷ്മദേവരെ ഒന്നും ചെയ്യാൻ പറ്റണില്ല അവർക്ക്. അങ്ങനെയാണ് ഭീഷ്മദേവര് ശരങ്ങളെ വഴി ഇടുകയാണ് അല്ലെ. ആ സമയത്ത് ഭീഷ്മദേവര് വീഴുന്നതിന് മുമ്പ് ഒരു ദിവസം മുമ്പ് വന്നിട്ട് പഞ്ചപാണ്ഡവര് വന്ന് ഭീഷ്മദേവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര വിഷമമുണ്ട്. ഭീഷ്മദേവർക്ക് അറിയാം, അതായത് ത്രികാലജ്ഞാനിയാണെന്ന് ഭഗവാൻ തന്നെ ഭീഷ്മദേവനെ പറ്റി പറയുന്നുണ്ട്. ഭീഷ്മദേവരോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അപ്പോ ഭീഷ്മദേവർ എന്തുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തു എന്ന് വെച്ചാൽ, ധർമ്മം നിൽക്കുന്നത് പാണ്ഡവരുടെ പക്ഷത്താണ്. അപ്പൊ ധർമ്മിഷ്ഠരായ അവരെ രക്ഷിക്കേണ്ടത് ഭീഷ്മദേവർക്ക് സ്വന്തം രക്ഷയെക്കാളും വലുതാണ്. അപ്പൊ ഭീഷ്മദേവർ പറഞ്ഞു കൊടുക്കണ്ട അല്ലെ, ഇങ്ങനെ സ്ത്രീയായിട്ട് ഞാൻ യുദ്ധം ചെയ്യില്ല, സ്ത്രീയെ മുമ്പിൽ നിർത്തിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോളാനാ പറയണത് അല്ലെ. അങ്ങനെ ചെയ്യിച്ച് ഭഗവാൻ ആ സമയത്തും ഭീഷ്മദേവരുടെ ആ എന്താ പറയാ ത്യാഗമനോഭാവം, അപ്പൊ അങ്ങനെയുള്ള ഓരോ കഴിവുകളുമുള്ള അത്രയും സമ്പുഷ്ടമായ എന്താ പറയാ ഭഗവാനോട് എതിർത്ത് യുദ്ധം ചെയ്യാൻ അറിയാൻ തെറ്റാണെന്ന് അല്ലെ, എന്നിട്ട് അത് ചെയ്തു. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ നിശ്ചയമാണ്, നിമിത്തമായിട്ട് ഭീഷ്മർ അവിടെ നിന്ന് കൊടുക്കുകയാണ് ഭഗവാന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഭീഷ്മദേവര് അന്ന് പറയുന്നുണ്ട്, ഈ യുദ്ധത്തിലുള്ള അസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പറയുന്നുണ്ട് അല്ലെ, കൃഷ്ണ നാളെ നോക്കിക്കോളൂ, ഭഗവാനെ കൊണ്ട് കൃഷ്ണനെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കും. നമ്മൾ കുറെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ അല്ലെ, ആയുധം എടുപ്പിക്കും എന്ന് പറയുമ്പോഴാണ് പിറ്റേ ദിവസം അർജുനനോ യുധിഷ്ഠിരനോ അങ്ങനെ പഞ്ചപാണ്ഡവർക്കൊന്നും നിൽക്കാൻ പോലും പറ്റാത്ത വിധാണ് അസ്ത്രങ്ങൾ എറിഞ്ഞ് അത്രയും അവിടെ എന്താ പറയാ, അവർക്കൊന്നും ഭഗവാന് പോലും അത് സഹിക്കാൻ പറ്റാണ്ടായി. കാരണം അർജുനനെ ഭഗവാൻ നിർത്തിക്കുന്ന എന്തിനാ? അധർമ്മത്തിനെ ഇല്ലാണ്ടാക്കാനാണ്. ആ അധർമ്മത്തിനെ ഇല്ലാണ്ടാക്കാന്നുണ്ടെങ്കിൽ അർജുനൻ അവിടെ യുദ്ധം ചെയ്യണം. പക്ഷെ ഭീഷ്മദേവരുടെ മുമ്പിൽ അർജുന് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. അപ്പോഴാണ് ഭഗവാൻ അങ്ങോട്ട് ആ ചക്ര എടുത്ത് അങ്ങോട്ട് നേരെ ഭീഷ്മരുടെ മുമ്പിൽ ചെന്നു. അതാണ് ഭീഷ്മരുടെ ഏറ്റവും വലിയ ഭക്തൻ. ആ സമയത്ത് ഭീഷ്മർ ഒന്നും ചെയ്യണില്ല. ആ ഭഗവാന്റെ ആ വരവ് കണ്ടതോടെ ഇനി ഇതിൽ പരം എനിക്ക് എന്താ വേണ്ടേ അല്ലെ, അങ്ങനെ തന്നെ ആയുധം വെച്ച് അവിടെ കീഴടങ്ങാണ്. അർജുനൻ വന്ന് ഭഗവാന്റെ കാര്യം പിടിക്കണ്ടേ, ചെയ്യലേ കൃഷ്ണ, അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറയുണ്ടെങ്കിലും ഭീഷ്മദേവർക്ക് ആവശ്യം അതായിരുന്നു, ഭഗവാന്റെ കയ്യാല് പോവാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇതിൽ പരം എന്താ ഭാഗ്യമുള്ളത്. പക്ഷെ അർജുനന്റെ ആ ഇതും ഭഗവാന് ആ ഭീഷ്മദേവരുടെ ആ ഭക്തി, അവിടെയാണ് നമ്മള് ഭീഷ്മദേവരുടെ ഭക്തി കാണുന്നത്. അത്രയും ഭക്തനായിരുന്നു ഭീഷ്മദേവൻ. ആ ഭീഷ്മദേവര് അതേപോലെ തന്നെ നിശ്ചയദാർഢ്യം അല്ലെ, ധർമ്മത്തിന് എന്ത് തന്നെ വന്നാലും ആ ധർമ്മം വിട്ടിട്ട് ഒരിക്കലും ഭീഷ്മദേവര് നിന്നിട്ടില്ല. അപ്പോ ഭഗവാൻ എന്താ പറയണതെന്ന് വെച്ചാല്, യുഗങ്ങളിൽ പോലും ഇങ്ങനെയുള്ള ഒരു മഹത് വ്യക്തി വളരെ കുറച്ചേ വരുള്ളൂ. അതുകൊണ്ടാണ് യുധിഷ്ഠിരന്റെ സംശയങ്ങൾ മുഴുവനും ഭീഷ്മദേവരെ കൊണ്ട് പറയിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഭഗവാൻ തന്നെ ഈ പാണ്ഡവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ധ്യാനത്തിലേക്ക് പോകും.
ഈ യുദ്ധം കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ പാണ്ഡവര് ചോദിക്കും, എന്ത് പറ്റി കൃഷ്ണ പെട്ടെന്ന് ധ്യാനത്തിലേക്ക് പോയത് എന്ന് പറഞ്ഞപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്റെ ഭക്തൻ ഭീഷ്മര് എന്നെ പറ്റി ചിന്തിക്കുകയാണ്. കാരണം എന്നെ കണ്ടിട്ട് വേണം അദ്ദേഹത്തിന് ഈ ശരീരം ഉപേക്ഷിക്കാനായിട്ട്. നിങ്ങൾക്കറിയോ ആരാണ് ഭീഷ്മരെന്ന്? 23 ദിവസം ഭാർഗവരാമനായിട്ട് യുദ്ധം ചെയ്തിട്ടുള്ള ആളാണ് ഭീഷ്മൻ. എന്നാലോചിച്ച് നോക്കൂ. അത്രയും, അതും ഏകനായിട്ട് യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ വിജയം വരിച്ചു. അപ്പൊ നിസ്സാരക്കാരനല്ല ഭീഷ്മദേവര്. ആ ഭീഷ്മരാണ് ഇന്ന് ശരശയ്യയിൽ കിടക്കുന്നത് അല്ലെ. നമുക്ക് ഭീഷ്മരുടെ ആ ഒരു ഭാഗമൊക്കെ വായിച്ചാൽ കരച്ചിൽ വരും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രയും ധർമ്മത്തിന് മുൻനിർത്തി ചെയ്തിട്ടുള്ള ആളാണ് ഭീഷ്മദേവൻ. അപ്പൊ ഈ യുദ്ധത്തിന്റെ ഇടയില് ഭീഷ്മദേവര് പറയുന്നുണ്ട്, ഭീഷ്മദേവർ ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു എന്നാ പറയണത്. അതായത് പാണ്ഡവരെ ഒരിക്കലും ഇത് കൊല്ലാൻ പറ്റില്ല. അവര് അവധ്യരാണ്, അജയ്യരാണ്. ഞാനും അതേപോലെ തന്നെ സ്വച്ഛന്ത മൃത്യുമാണ്. ഞാനും അവധ്യനാണ് അല്ലെ. അവരെ കൊണ്ട് എന്നെ കൊല്ലാൻ പറ്റില്ല, കാരണം എനിക്ക് സ്വച്ഛന്ത മൃത്യു എന്നുള്ള വരണ്ട്. പക്ഷെ ഞാൻ പോവേണ്ട സമയമായില്ലേ എന്ന് വിചാരിക്കും അത്ര. ആരും അറിയുന്നില്ല എന്നാ പറയുന്നത്. കൗരവരും പാണ്ഡവരും ഒന്നും അറിയാണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കൂടെ പോയിപ്പോ പുഷ്പവൃഷ്ടി നടത്തിയെന്നാ പറയണേ. വസുക്കളും ഋഷികളും വന്നിട്ട്, ശരിയാണ് ഭീഷ്മരെ, നിങ്ങൾക്ക് വരാനുള്ള സമയമായി. ആ സമയത്താണ് ഭീഷ്മര് അങ്ങനെ വിടാണ്ട് നിൽക്കുന്ന സമയത്താണ് അർജുനൻ ഇങ്ങനെ തുരാന്ന് പറഞ്ഞുകൊണ്ട് അസ്ത്രം ചെയ്യുന്നത്. അപ്പോ ഭീഷ്മര് ചിരിക്കുക ചെയ്യണത് ഉള്ളില്. കാരണം എന്താന്ന് വെച്ചാല് ഭീഷ്മർക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് സ്വയം അവിടെ കീഴടങ്ങി കൊടുക്കുകയാണ് ഇവർക്ക് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ മഹത് വ്യക്തിത്വത്തിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിന് പറയാനുള്ള യോഗ്യത പോലും എനിക്കില്ല. എന്നാലും നമ്മൾ ഈ ഒരു സ്ഥലത്തിരുന്ന് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുകയാണ് ചെയ്യണത് എന്തെങ്കിലും പറയാനായിട്ട്. കാരണം ഭീഷ്മര് ഈ ശരശയ്യയിൽ കിടക്കുന്ന സമയത്ത് ദുര്യോധനോട് പറയുന്നുണ്ട്, ദുര്യോധനോടല്ല അവിടെ നിൽക്കണവരോട് പറയുന്നുണ്ട്, എനിക്ക് വല്ലാണ്ട് ദാഹിക്കുന്നു, വല്ലാണ്ട് വരളണു, എനിക്ക് ഇത്തിരി ജലം വേണമെന്ന് പറയുമ്പോഴേക്കും ദുര്യോധനൻ യൂഷ്വൽ എന്താ പറയാ, കുറെ പാനീയങ്ങളെല്ലാം കൊണ്ടുവരാൻ നിൽക്കുമ്പോ അർജുനനെ വിളിക്കാൻ പറയും. അപ്പൊ അർജുനന്റെ കയ്യില് ആഗ്നേയാസ്ത്രം, അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട അസ്ത്രങ്ങളൊക്കെ ഉണ്ട്. അർജുനൻ അങ്ങനെ തന്നെ എന്താ പറയാ, ഈ ഭൂമി തുളച്ചിട്ട് അവിടെ നിന്ന് ജലം കൊടുക്കാണ്. എന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഭീഷ്മദേവർ. അപ്പോഴും ദുര്യോധനയുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, കണ്ടോ, ഇതാണ് അർജുനൻ. ഈ അർജുനനെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. പാണ്ഡവരെ വധിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. അതുകൊണ്ട് യുദ്ധം ഇവിടെ വെച്ച് നിർത്തൂന്ന്. അപ്പോഴും ദുര്യോധനൻ അത് കേൾക്കണില്ല. പക്ഷെ ഭഗവാൻ ആവശ്യം അവിടെ വെച്ച് നിർത്തലല്ല അല്ലെ. ഭഗവാൻ ആവശ്യം എന്താണ്? അധർമ്മം ഇല്ലാണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം മുന്നോട്ട് പോകണം. കർണൻ വരും. കർണൻ വന്നിട്ട് ഭീഷ്മദേവനോട് മാപ്പ് പറയും. കാരണം എപ്പോഴും അവര് തമ്മിൽ തല്ലൂലോ. അപ്പൊ ഭീഷ്മര് എന്താ പറയുന്നത്? രാധേയനല്ല, നീ കൗന്ദേയനാണ്. അപ്പോഴും കർണൻ പറയും, എനിക്കറിയാം ഞാൻ കൗന്ദേയനാണ്, എനിക്ക് അർജുനനെയോ ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല, പക്ഷേ ഞാൻ ദുര്യോധനന്റെ കൂട്ടിൽ പെട്ടു. അതാണ് സംഘം. നമ്മൾ ഏത് സംഘത്തിലാണോ നിൽക്കുന്നത് ആ സംഘം നമ്മളെ വല്ലാണ്ട് ബാധിക്കും. ആ സംഘത്തിൽ നമ്മൾ ചിലപ്പോ നമ്മൾ പോലും അറിയാണ്ട് അതിന്റെ ഉള്ളിലേക്ക് പോകും. ഇപ്പൊ കൃഷ്ണാവബോധത്തിലാണെങ്കിലും നല്ല സംഘം, നല്ല ഭക്തര് ആയിട്ടുള്ള കൂട്ടുകൂട. എല്ലാവരും ഭക്തര് തന്നെ, എന്നാലും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചെവി കൊടുക്കാണ്ടിരിക്കുക, ആവശ്യമില്ലാത്തത് പറയാണ്ടിരിക്കുക അല്ലെ. അപ്പൊ ഇവിടെ കർണനും നമുക്കൊരു ഉദാഹരണം കാണിച്ചു തരുന്നതാ. ഇത്രയും വീരയോദ്ധാവായിട്ട് പോലും ആ ദുര്യോധന്റെ ഭൗതികമായ ആഗ്രഹങ്ങൾ മുൻനിർത്തി നിന്നുകൊണ്ടാണ് കർണന് സത്യത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റാണ്ടിരുന്നത്. നേരെ മറിച്ച് ഭീഷ്മർ എന്താ ചെയ്തത്? ഭൗതികമായ ഒരു ആഗ്രഹങ്ങളും ഭീഷ്മർക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാം തെറ്റുകളും ഭീഷ്മരുടെ നേരെ എന്തൊക്കെ ശരങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങളും, എല്ലാവരും കുത്തുവാക്കുകളും ദുര്യോധനൻ വരെ പറയുന്നുണ്ട് അല്ലെ. ആ സമയത്ത് പോലും ഭീഷ്മർ എന്താ ചെയ്യുന്നത്? ഭീഷ്മരുടെ ആ സത്യത്തിനെ മുൻനിർത്തിയാണ് ഭീഷ്മര് മുന്നോട്ട് പോയത്. അപ്പോ നമ്മൾ ഈ കലിയുഗത്തിലെ ഭീഷ്മർക്കുള്ള പ്രസക്തി എന്താണ്? പ്രഭുപാദ എന്താ പറയണതെന്ന് വെച്ചാല്, ധാർമ്മികമായ മൂല്യങ്ങൾ പലപ്പോഴും നമ്മളൊക്കെ ഈ കലിയുഗത്തിൽ എന്താ ചെയ്യാ, നമ്മൾ പലപ്പോഴും നമ്മുടെ ധാർമ്മികമായ മൂല്യങ്ങളെല്ലാം അടിയേറ് വയ്ക്കും അല്ലെ. പല കാരണങ്ങൾ കൊണ്ടോ ആ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷെ ഭീഷ്മർ ഒരിക്കലും തന്റെ ആ ധാർമ്മികമായ മൂല്യങ്ങളെ ഭഗവാൻ മുമ്പിൽ വന്ന് നിന്നപ്പോ പോലും ഒരിക്കലും അടിയറവ് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സത്യം, അദ്ദേഹം എപ്പോഴും സത്യത്തിന്റെ മുമ്പിൽ നിന്നിട്ടുള്ളൂ. സത്യത്തിന് മാത്രമേ അദ്ദേഹം മുൻതൂക്കം കൊടുത്തിട്ടുള്ളൂ. പിന്നെന്താ, ഇതൊക്കെ ചെയ്തിട്ടും ആർക്ക് വേണ്ടിയാ ഇതെല്ലാം ഭീഷ്മര് ചെയ്തിരുന്നതല്ലേ? സ്വയമായിട്ട് ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഒരു രാജാവ് അവിടുന്ന് പോലും ആഗ്രഹിക്കാത്ത ഭീഷ്മദേവര് നിസ്വാർത്ഥമായ സേവനമാണ് ചെയ്തത്. ഒന്നും ആഗ്രഹിച്ചിട്ടില്ല അല്ലെ. ഇതിനെല്ലാത്തിനും മുകളിൽ എന്തായിരുന്നു? ഭഗവാനോടുള്ള ഭക്തി.
ആ ഭക്തിയുടെ മുകളില് ഭീഷ്മദേവർക്ക് വേറെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഭഗവാനെ ശരിക്കും അറിഞ്ഞിട്ടുള്ള അല്ലെ വാസുദേവൻ. ആ വാസുദേവനെ 4 ഫോമിലാണ് ഭീഷ്മദേവര് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ധ്യാനത്തില് ആ മെഡിറ്റേഷനിൽ എപ്പോഴും ഭീഷ്മദേവര് ഭഗവാനെ ഓം നമോ ഭഗവതേ വാസുദേവായ, ആ ഭഗവാനെ എപ്പോഴും ചതുർഭുജനായിട്ടാണ് ഭീഷ്മദേവര് ധ്യാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ മരണക്കിടക്കയില് ചതുർഭുജ രൂപത്തിലുള്ള ഭഗവാനെ മുമ്പിൽ നിൽക്കുമ്പോ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, നാരായണ അങ്ങാണ് എല്ലാത്തിന്റെയും മൂല കാരണം, അങ്ങില്ലെങ്കിൽ ഒന്നുമില്ല അങ്ങ്. എന്നിട്ട് യുധിഷ്ഠിരനോടും പറയുന്നുണ്ടല്ലേ, യുധിഷ്ഠിര നിങ്ങൾക്കറിയോ ആരാണ് ഈ കൂടെ നിൽക്കണതെന്ന്. അവര് ഭക്തരന്നെ എന്നാലും പറയാണ്, കാരണം എല്ലാ ശാശ്വതമായ ആനന്ദത്തിന്റെയും ജ്ഞാനത്തിന്റെയും മൂർത്തി സ്വരൂപമാണ് ഭഗവാൻ. ആ ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്തിട്ടുണ്ട് അല്ലെ. നിങ്ങളുടെ ദൂതനായിട്ടും പാർത്ഥന്റെ സാരഥിയായിട്ടും ഭഗവാൻ വന്നു. അവിടെ ഭഗവാൻ ഒരു കുറച്ചിലും വരുന്നില്ല. കാരണം എന്താ, ഭഗവാൻ പൂർണ്ണനാണ്. ഭഗവാനിൽ നിന്നാണ് എല്ലാം വരുന്നത്, ഭഗവാനിൽ നിന്നാണ് എല്ലാം ലയിക്കുന്നതും, എല്ലാം ഭഗവാനിലാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ട് എന്തിനാ വിഷമിക്കണേ? യുധിഷ്ഠിരന്റെ വിഷമമുള്ളപ്പോ പറയണ്ടല്ലേ, യുധിഷ്ഠിരന് വിഷമാണ്. യുധിഷ്ഠിരന് ഇതേപോലെ യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ട് ഭീഷ്മദേവന്റെ മുമ്പില് ഭഗവാൻ കൊണ്ടുവരുമ്പോ പറയണ്ട് യുധിഷ്ഠിരന് ഒരു വിഷമുണ്ട്, അല്ലെങ്കിൽ യുധിഷ്ഠിരനൊരു ബുദ്ധിമുട്ട്, കാരണം ഇങ്ങനെ അങ്ങയുടെ മുമ്പിൽ വന്ന് നിൽക്കും എന്ന് പറയുമ്പോ ആദ്യം പറഞ്ഞ എന്താ ഭീഷ്മദേവർ എന്ന് പറഞ്ഞാൽ, ഒരു ക്ഷത്രിയന്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യേണ്ടത്. ആ ക്ഷത്രിയ ധർമ്മം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ക്ഷത്രിയരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളുടെ ധർമ്മത്തിനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കരുത്. ഭീഷ്മർക്ക് അറിയാം പാണ്ഡവരെ ഏറ്റവും ഇഷ്ടമുള്ളത് ഭീഷ്മർക്ക്, പക്ഷെ ഭീഷ്മർ അവിടെ നിൽക്കുന്നത് എന്താ, യുദ്ധം ചെയ്യാനായിട്ടാണ്. യുദ്ധത്തിന്റെ മറുപക്ഷത്ത് നിൽക്കുമ്പോൾ ഭീഷ്മരുടെ ഉദ്ദേശം എന്താ, ആ യുദ്ധം എന്ത് വന്നോ അതിന്റെ അവസാനം എന്തായിക്കോട്ടെ റിസൾട്ട്, അത് തോറ്റോ ജയിച്ചോ എന്തും ഭീഷ്മർക്ക് പ്രശ്നമല്ല. കാരണം ഭീഷ്മർ എന്താ ചെയ്യണത്, തന്റെ ധർമ്മത്തിനെ മുറുകെ പിടിക്കുന്നതും ഭഗവാനോടുള്ള ഭക്തി അതിനെ ചെയ്യാണ് ഭീഷ്മദേവർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ എന്താ പറയണത്, ഒരു ഉത്തമ യോഗിക്ക് പരിപൂർണവും കുറ്റമറ്റതുമായ അവബോധത്താൽ ഭഗവാനിൽ അദ്ദേഹത്തിന്റെ ഭഗവാന്റെ ദിവ്യകൃപയാൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഭഗവാനെ മനസ്സിലാക്കണമെങ്കിലും ഭഗവാന്റെ കാര്യങ്ങള് ഭഗവാന് സേവ ചെയ്യണമെങ്കിലും നമ്മൾക്ക് എന്താ വേണ്ടത്, ഭഗവാന്റെ കൃപ. ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ചൈതന്യ മഹാപ്രഭു നമുക്ക് ഏറ്റവും, അതായത് ഇന്ന കുലത്തിൽ ജനിക്കണമെന്നോ വലിയ ആളാവണമെന്നോ ഒന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അല്ലെ. ഹരിദാസ് ഠാക്കൂറിന് നാമാചാര്യൻ എന്നുള്ള പദവി കൊടുത്തപ്പോ അദ്ദേഹം എന്തുകൊണ്ട് അത് കൊടുക്കാൻ കാരണം, ആ ഭക്തി, ആ ഭഗവാന്റെ സേവന, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന ആ ഒരു ഇതിലാണ്. അവിടെ ജാതിയോ കുലമോ ഒന്നും നമ്മൾ എന്താ പറയാ ചൈതന്യ മഹാപ്രഭു നോക്കിയിട്ടില്ല. നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന ഒരു ശ്ലോകമാണ്, യോഗിനാമഭി സർവേഷ മദ്ഗതേരന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോമ ഭക്ത സമേ യുക്തതമോപദ അല്ലെ. അതായത് എല്ലാ യോഗികളിലും വെച്ച് പൂർണ്ണ വിശ്വാസത്തോടുകൂടെ എപ്പോഴും എന്നെ തന്നെ ആരാധിക്കുന്നവൻ ആരാണോ, എന്നെ തന്നെ ആരാധിക്കുന്നവൻ പ്രേമപൂർവം ധ്യാനിച്ചുകൊണ്ട് എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ് യോഗികളിൽ വെച്ച് അത്യുത്തമൻ. അതാണ് ഇവിടെ പ്രഭുപാദ പറഞ്ഞത്. പ്രഭുപാദ നമുക്ക് അത് തന്നെ പറഞ്ഞു തരുന്നത്, യോഗികളിൽ വെച്ച് അത്യുത്തമൻ എന്ന് പറയുന്നത് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ കർമ്മങ്ങളില് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ദൃഢനായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് അല്ലെ. യോഗീനാമഭി സർവേഷാം മദ്ഗതേത് അന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോമാം സമേ യുക്തതമോ മത. അതാണ് എന്റെ അഭിപ്രായം. എന്ത്, എന്നെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് ദൃഢവ്രതനായിട്ട്, ഇവിടെ ഭീഷ്മരാരാണ്, ദൃഢവ്രതനാണ്, ഒരു യോഗിയാണ് അല്ലെ. തന്റെ അത്രയും ജ്ഞാനിയാണ്, എല്ലാത്തിലും തികഞ്ഞ ആളാണ്. പക്ഷെ ഒരിക്കലും ഭഗവാനിലും മോളിലാണെന്ന് ഭീഷ്മര് ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ പ്രഭുപാദം നമുക്ക് അതാണ് പറയുന്നത് അല്ലെ. അങ്ങനെയുള്ള ഒരാള് മരണവേളയിൽ, ശരീരം ഉപേക്ഷിക്കുന്ന വേളയിൽ അനായാസേന ഭഗവാന്റെ ദിവ്യനാമം ജപിക്കുന്നു. അപ്പൊ
അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത കളയവരൻ പ്രയാതി സമദ്ഭാവം യാതി നാത്യത്ര സംശയ. ഭഗവാൻ അത് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ഭഗവത്ഗീതയില്. അന്ത്യകാലത്തിൽ എന്താണോ നമ്മൾ ഭഗവാനെ, എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മൾ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ ശരീരം ഉപേക്ഷിക്കുന്ന വേളയിൽ അനായാസേന ഭഗവാന്റെ ദിവ്യനാമം ജപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ ഈ ശരീരം കിട്ടിയതിന്റെ മഹത്വം മനസ്സിലാക്കി. കാരണം ഇപ്പൊ മൃഗങ്ങളൊക്കെ നമ്മൾ വളർത്തുക, അല്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളുടെയൊക്കെ ചുറ്റും നിൽക്കുമ്പോഴും അവർക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാനോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ സാധിക്കുന്നില്ല, അല്ലെ? അതാണ് ഈ മനുഷ്യ ശരീരത്തിന്റെ പ്രാധാന്യം. അപ്പൊ നമ്മൾക്ക് ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മനുഷ്യ ശരീരം മറ്റുള്ളവർക്ക് ഉപയോഗം, എങ്ങനെയാണ് അതിന് ഉപയോഗം? ഏറ്റവും വലിയ ജ്ഞാനമാണ് ഭഗവാനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അതിപ്പോ നമ്മുടെ വീട്ടിലുള്ള പശുവായാലും പട്ടിയായാലും പൂച്ചയായാലും എല്ലാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും തോറും അതിന് അടുത്ത ഒരു ജന്മം വളരെ ശ്രേഷ്ഠമായ ഒരു ജന്മത്തിലേക്ക് വരണം. അപ്പൊ ഈ മനുഷ്യ ജന്മം കൊണ്ട് നമുക്ക് എല്ലാ ജീവജാലങ്ങളിലേക്കും എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോ ഇവിടെ എന്താ പറയാ, സർവജൈവജാലങ്ങളുടെയും പ്രഭവസ്ഥാനമായ ആദിപുരുഷനെ സേവിക്കാതെയും അദ്ദേഹത്തോടുള്ള കടമ അവഗണിച്ച് ചെയ്യുന്നവൻ തന്റെ മൂലസ്വരൂപത്തിൽ നിന്ന് ഭ്രഷ്ടനാകും എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എപ്പോഴും നമ്മൾ ഭഗവാന്റെ സേവ ചെയ്യാനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അത് അങ്ങനെ ചെയ്യാത്തവൻ എന്താ ചെയ്യുന്നതെന്നാ പറയണത്? മൂലസ്വരൂപം, നമുക്ക് നമ്മുടെ മൂലസ്വരൂപമുണ്ട്. അപ്പൊ ആ മൂലസ്വരൂപത്തിൽ നിന്ന് നമ്മൾ ഭ്രഷ്ടനാവുന്ന പറയണത്. അപ്പൊ നമ്മള് എപ്പോഴും എന്താ ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും ഭഗവാനെ സേവനം ചെയ്യാം. ഇവിടെ ഭീഷ്മരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഏത് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലാണെങ്കിൽ പോലും കൃഷ്ണന്റെ പദ്ധതിയിൽ അചഞ്ചലമായ വിശ്വാസം വളർത്തിയെടുക്കുക. ഇപ്പൊ കുറെ ആൾക്കാര് പലതരം ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കൃഷ്ണാപദത്തിലുള്ളവരെന്നാ എനിക്കറിയില്ല, അല്ലാണ്ട് പൊതുവെ പുറത്തുള്ളവരെന്താ പറയാ, ഇത്രയും നാളും പൂജയും കാര്യങ്ങളും അമ്പലത്തിലൊക്കെ പോയിട്ട് ഇപ്പൊ എന്താ ഉണ്ടായി? അതുകൊണ്ട് ഇനി മുതൽ ഞാൻ അമ്പലത്തിൽ പോണില്ല, ഭഗവാന് വേണ്ടി ഒന്നും ചെയ്യില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഭഗവാൻ നമ്മുടെ പണിക്കാരനാണോ നമ്മൾ ചോദിക്കുന്നതൊക്കെ തരാനായിട്ട്? നമ്മൾക്ക് ഭഗവാൻ എന്താന്ന് അറിയാത്തോണ്ടല്ലേ നമ്മൾ അങ്ങനെ പറയണത്. ഇപ്പൊ നമ്മൾ എന്തിനാ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്? നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ. നമ്മൾ എന്തിനാ പോകേണ്ടത്? ഭഗവാനെ സന്തോഷിപ്പിക്കാൻ. നമ്മൾ അവിടെ ചെല്ലുന്നത്, ഭഗവാൻ എന്തിനാ അർച്ചാമൂർത്തിയായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? ഭഗവാന്റെ കാരുണ്യാണ്. എന്താണ് ഭഗവാന് നമുക്ക് അറിയണ്ടേ? അല്ലെങ്കിൽ നമുക്കറിയോ? നമ്മുടെ ഭക്തന്മാരെ, നമ്മുടെ മുമ്പിലുള്ള ഭക്തന്മാര് പറഞ്ഞു തരുന്നതും ഭക്തന്മാര് ചെയ്തത്, ഇപ്പൊ പ്രഭുപാദയ്ക്ക് ഭഗവാനെ ശരിക്കും അറിയാഞ്ഞിട്ടല്ല. പക്ഷെ പ്രഭുപാദ എന്തിനാ ഈ എല്ലാ ഭഗവാന്റെ വിഗ്രഹങ്ങളും പൂജ ചെയ്യേണ്ട വിധങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ എപ്പോഴും ആ കണക്ഷൻ ഭഗവാനായിട്ട് നമുക്ക് നിൽക്കും, അല്ലെ? വിഗ്രഹത്തിനെ പൂജിക്കുക, വിഗ്രഹത്തിന് വേണ്ടി നമ്മള് നിവേദ്യങ്ങൾ അർപ്പിക്കുക, ആദ്യം പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ നമ്മൾ എന്താവണം? ആ കണക്ഷൻ നമ്മളുടെ എപ്പോഴും ഇങ്ങനെ നിരന്തരമായിട്ട് 24 മണിക്കൂറിൽ നമ്മൾ ഉറങ്ങുമ്പോഴും കൂടെ നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നാണ് അല്ലെ പറയുന്നത്. അങ്ങനെ നമ്മള് നിൽക്കുമ്പോ നമ്മള് കണ്ടതാണല്ലേ ഒരു വീഡിയോയില് ഗോപാലകൃഷ്ണ സ്വാമി മഹാരാജ് എന്താണ് ഇത് മറിഞ്ഞിരിക്കുമ്പോ പോലെ അദ്ദേഹം ആ പൂജകളൊക്കെ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ 24 മണിക്കൂർ അത് മാത്രമേ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളൂ, അല്ലെ? അതേപോലെ ആവാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെന്താ ഇവിടെ പറയണെന്ന് വെച്ചാൽ, എന്താ പറയാ, നമ്മുടെ ലൗകികമായ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ട് സന്യാസത്തിന് പോകും, അല്ലെ? അങ്ങനെ പോണ ആൾക്കാർ തെറ്റാണ് ചെയ്യണത്, അല്ലെ? ഇപ്പൊ ഭീഷ്മർക്ക് വേണമെങ്കിൽ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ സന്യാസത്തിന് പോയിരുന്നില്ലേ? ഭീഷ്മർ എന്തിനാ അവിടെ നിന്നത്? ഭീഷ്മരുടെ കർമ്മം, ഭീഷ്മരുടെ ആ ധർമ്മത്തിനെ മുഴുവനും ചെയ്യാൻ. അപ്പൊ എന്തായി? യാതൊരു വിധത്തിലുള്ള അഭിലാഷങ്ങളും ഭീഷ്മദേവർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭഗവാനെ സമർപ്പണം ചെയ്തുകൊണ്ട് തന്റെ ഉത്തരവാദിത്വത്തിൽ ഒരു സന്തുലിതമായ ഒരു അവസ്ഥ കൊണ്ടുവരാനായിട്ട് ഭീഷ്മദേവര് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള എന്തൊക്കെ അനന്തരമായ ഫലങ്ങൾ വന്നാലും അതിനെ ഒന്നിനെയും നീതിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാണ്ട് ധൈര്യപൂർവം അത് വളർത്തിയെടുക്കുക ചെയ്തത്. അതേപോലെ ത്യാഗം, അല്ലെ? ഭീഷ്മരെ പോലെ ഒരാളും ത്യാഗം ചെയ്തിട്ടില്ല. തന്റെ എല്ലാം കൊടുത്തു. എന്താ കൊടുക്കാത്ത? രാജ്യം, സ്വന്തമായിട്ടുള്ള രാജ്യമാണ്, അല്ലെ? രാജാവാണ്, രാജർഷിയാണ്. പക്ഷെ എല്ലാം വേണ്ട, എനിക്ക് അതൊന്നും വേണ്ട എന്ന് വയ്ക്കാൻ എളുപ്പമല്ല. എന്നിട്ടോ അവിടെ നിന്ന് ഓടിപ്പോണില്ല. അതാണ്. പിന്നെന്താ? അത്രയും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമുള്ള ആളാണ്.
ആധ്യാത്മിക ജ്ഞാനം, ആത്മീയ ജ്ഞാനത്തിന്റെ മൂല്യം സാക്ഷാത്കരിച്ചിട്ട് ആത്മാക്കളിൽ നിന്ന് അത് നേടത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ചും അദ്ദേഹം മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയും അതിനെ മനസ്സിലാക്കുന്നവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഭീഷ്മദേവര് തന്നെ കുറച്ചു മുമ്പിലത്തെ ശ്ലോകത്തില് കുന്തിദേവിയെ കുറിച്ച് പറയുന്നുണ്ട്. കുന്തിദേവിയുടെ ത്യാഗ മനോഭാവം മാത്രമല്ല അല്ലെ കുന്തിദേവിയെ ഇതാക്കണത്, മുന്നോട്ട് മൂല്യവത്താക്കണത് കുന്തിദേവിയുടെ ജന്മം. കാരണം അത്രയും വലിയൊരു ഭക്തിയാണ് കുന്തിദേവി അല്ലെ. കുന്തിദേവി എന്താ പറയണത്? ഭഗവാൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നല്ല, ഭഗവാൻ എന്റെ കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് തരത്തിലുള്ള ദുഃഖത്തിനെ വന്നാലും എനിക്ക് പ്രശ്നമില്ല. ദുഃഖം തന്നാൽ അങ്ങ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ ദുഃഖം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ആരെ കൊണ്ട് പറയാൻ സാധിക്കും? അതുപോലെ തന്നെ ഭീഷ്മരും ചെയ്തല്ലേ. ഭഗവാൻ എന്റെ മുമ്പിൽ നിൽക്കണ്ടെങ്കിൽ എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്താൻ സാധിക്കുമോ? അങ്ങനെ എത്തിയാൽ നമ്മളെല്ലാവരും ഭഗവാന്റെ എന്താ പറയാ, മഹാത്മാക്കൾ എന്ന് പറയില്ലേ, മഹാത്മസ്തു മാം ഭർത്ത എന്ന് പറയുന്നുണ്ടല്ലോ ഭഗവാനെ ആശ്രയിക്കുന്നവരെ അല്ലെ. അപ്പൊ ആ ഭഗവാനെ ആശ്രയിച്ചാൽ നമുക്ക് ഈ ലോകത്തുണ്ടാവണതൊന്നും നമ്മൾക്കൊരു പ്രശ്നമല്ലാണ്ടാക്കി മാറ്റാൻ സാധിക്കും. അപ്പൊ ഭീഷ്മരെ ആക്രമിക്കാൻ ഭഗവാൻ ചക്രം ഉപയോഗിച്ചത് ഇവിടെ നിന്ന് എന്താ തെളിയിക്കണേന്ന് വെച്ചാല്, ഭഗവാന്റെ ശുദ്ധഭക്തരുടെ എന്ത് കാര്യങ്ങളും വേണമെങ്കിലും ഭഗവാൻ ആ സ്നേഹപൂർവ്വം അത് ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സവൈ പുംസാം പരോധർമ്മ ഏതോ ഭക്തിരഥോക്ഷ അഹൈതുഹി അപ്രതിഗത യയാത സുപ്രസീദതി. അതായത് ആദ്യത്തെ ശ്ലോകാണല്ലേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ ഇവിടെ മുനിമാരെ ചോദിക്കുന്നത് അല്ലെ. ആ ക്വസ്റ്റ്യനുള്ള ആൻസർ ആണത്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും പരമമായ ധർമ്മം, ഭഗവാനുള്ള ധർമ്മമായിട്ട് ചെയ്യണം അല്ലെ. അതാണ് ഇവിടെ ഭീഷ്മര് ചെയ്യുന്നത്. അപ്പൊ ഭീഷ്മരുടെ അസാധാരണമായ ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കണത്? അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഭക്തി, ധർമ്മത്തിനോടുള്ള പ്രതിബദ്ധത, ഇതിനെല്ലാത്തിനും മുകളിൽ എന്താണ്? ഭഗവാനോട് അദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം, അഗാധമായ ജ്ഞാനമാണ് അദ്ദേഹത്തിനുള്ളത്. ഭഗവാനെ കുറിച്ചുള്ളതാണെങ്കിലുണ്ട് ഭൗതികമായിട്ട്. കാരണം വർണ്ണാശ്രമത്തിനെ പറ്റിയൊക്കെ യുധിഷ്ഠിരന് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭീഷ്മദേവര്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുക? നമ്മുടെ വിജയത്തിന്റെ പാതയിലേക്ക് നമ്മൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഭഗവാനിലെ ശരണാഗതി. അതായത് ഭഗവാന്റെ ആ പാദപത്മങ്ങളിലുള്ള അഭയം പ്രാപിക്കുക. അതാണ് നമുക്ക് ഈ എല്ലാ വിജയത്തിനും ചെയ്യാനുള്ളത്. അപ്പൊ അങ്ങനെ ഭീഷ്മദേവരെ ധ്യാനിച്ച ഭഗവാന്റെ ആ ചതുർഭുജ രൂപത്തിൽ തന്നെ ഭീഷ്മദേവര് ശരീരം വിടാനായിട്ട് ഭഗവാന്റെ കൃപ ഉണ്ടാവാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഭഗവാനെ പോവരുത് കേട്ടോ എന്റെ മുമ്പിൽ നിന്നും, എന്റെ മുമ്പിൽ ഉണ്ടാവണേ എന്ന് പറഞ്ഞ് ഭഗവാൻ നിൽക്കും. കാരണം ഭഗവാൻ അത്രയും ഇഷ്ട ഭീഷ്മദേവരെ. അങ്ങനെ ആ ശരീരം ഉപേക്ഷിക്കാനായിട്ട് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ ഭീഷ്മദേവരെ ഭഗവാനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നമുക്കും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കൂടെ എപ്പോഴും ഭക്തിയോടുകൂടെ നമുക്കും ഭഗവാനോട് സേവനം ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം, ഭക്തന്റെയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്. ഇതായിട്ട് പ്രമാണന്റെ ഹരി ഹരി. എന്റെ കൂട്ടത്തില് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എല്ലാവർക്കും പറയാം. ഹരേ കൃഷ്ണ. Thank you, Maji. Hare Krishna. ഹരേ കൃഷ്ണ. Pranam Mataji, Hare Krishna, thank you. Hare Krishna Mataji. Hare Krishna Mataji, Pranam. ഹരേ കൃഷ്ണ. Hare Krishna Mataji, Pranam Mataji. Hare Thank you. ഹരേ കൃഷ്ണ. Hare Krishna Mataji. Pranam Mataji. Hare Krishna. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Hare Krishna. Pranam Mataji. Pranam Mataji. ഹരേ കൃഷ്ണ മാതാജി. Hare Krishna Mataji. ഹരേ കൃഷ്ണ മാതാജി. Hare Krishna Mataji, Pranam. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Hare Krishna. എന്തെങ്കിലും കൂട്ടിച്ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. Okay, Maji. Hare Krishna. Hare Krishna. Thank you, Maji. Thank you for the wonderful class. Nandi Maji. Valare nandi. Thank you. Hare Krishna. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. Hare Krishna. Thank you, Maji. Hare Krishna. ഹരേ കൃഷ്ണ. So say that, Maji. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. Okay, Maji. പഞ്ചകൽപതരും കൃപാസിന്ധു Hare Krishna Mataji. വൈഷ്ണവർക്ക് ജയ്. ശ്രീല പ്രഭുപാദ് ജയ്. എല്ലാ വൈഷ്ണവർക്കും എന്റെ പ്രണാമം. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാഡി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി.